ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാതനാഥായ. ഓം നമോ ഭഗവതേ നാരായണായ. ഏവർക്കും നാരായണീയ മധുരം ആസ്വദിക്കാൻ ഒരിക്കൽ കൂടി സ്വാഗതം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നാരായണീയത്തെ പറഞ്ഞിടുമ്പോൾ നാരായണാഖ്യനെ നമിച്ചിടുന്നു. നാരായണൻ വായുപുരത്തിലീശൻ നാവിൽ നിറഞ്ഞെന്നെ തുണച്ചിടേണേ. മോക്ഷക്കടൽ ഭാഗവതം പ്രസിദ്ധം മെല്ലെ കടഞ്ഞു നവനീതമഹോ ലഭിച്ചു. മന്നിൽ നരന്നു ഹരിഭക്തി ലഭിക്കുവാനായി മേൽപുത്തുരേക്ക് സദയം ശുഭ സ്തോത്രകാവ്യം. സദാ സർവത്ര നാരായണ നാമ സങ്കീർത്തനം. നാരായണ നാരായണ. നാരായണ പാദങ്ങളിൽ നാരായണ ഭട്ടതിരി തൻ്റെ കയ്യിലെ ഭക്തിയാകുന്ന നാരായം കൊണ്ട് തീർത്ത നാരായണീയം എന്ന സ്തോത്രകാവ്യം, ആ സ്തോത്രകാവ്യത്തെ നാം നാരായണീയ മധുരമായി ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് 218 ദിവസം, ശ്രീമന്നാരായണീയം 21 ദശകത്തിൽ ഇവിടെ 21 ദശകത്തിൽ 9 ശ്ലോകം നമ്മൾ വിചാരം ചെയ്യുന്നു. ആദ്യം ശ്ലോകം, പിന്നീട് അതിൻ്റെ അർത്ഥം, വീണ്ടും ശ്ലോകം, പിന്നീട് ഭാഷാഗാനം. ശ്രീനാരദേന സഹ ഭാരതഖണ്ഡമുഖ്യൈസ്ത്വം സാംഖ്യയോഗനുതിഭിഃ സമുപാസ്യമാന ആകൽപകാലമിഹ സാധുജനാഭിരക്ഷീ നാരായണോ നരസഖ പരിപാഹി ഭൂമൻ. ശ്രീനാരദേന സഹ ഭാരതഖണ്ഡമുഖ്യൈ സാംഖ്യയോഗനുതിഭിഃ സമുപാസ്യമാനഃ ഇഹ ആകൽപകാലം സാധുജനാഭിരക്ഷീ നരസഖഃ നാരായണ ത്വം ഭൂമൻ
പരിപാഹി. ശ്രീനാരദേന സഹ ഭാരതഖണ്ഡമുഖ്യൈ. ശ്രീനാരദ മഹർഷിയോടുകൂടി ഭാരതഖണ്ഡത്തിലെ ഭാരതവർഷത്തിലെ ശ്രേഷ്ഠന്മാരായിട്ടുള്ള ഭക്തന്മാര് സാഖ്യയോഗനുതിഭി, സാഖ്യശാസ്ത്ര തത്വപ്രകാശങ്ങളും അതേപോലെ യോഗശാസ്ത്രത്തിലെ സ്തോത്രങ്ങൾ കൊണ്ടും സമുപാസ്യമാന, വേണ്ട പോലെ ഏറ്റവും വേണ്ട രീതിയിൽ ഉപാസിക്കുന്നവനും ഇഹ ആകൽപ്പകാലം സാധുജനാഭിരക്ഷി. ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ ഭാരതവർഷത്തിൽ ആകൽപ്പകാലം, പ്രളയകാലം വരെ സജ്ജനങ്ങളായിട്ടുള്ള ആളുകളെ രക്ഷിക്കുന്നവനാണ് നരസഖ നാരായണത്വം. നരനാകുന്ന സുഹൃത്തിനോടുകൂടിയ നാരായണനാകുന്ന അവിടുന്ന്. ഹേ ഭൂമൻ, സർവവ്യാപിയായിരിക്കുന്ന ഗുരുവായൂരപ്പ, പരിപാഹി, എന്നെ രക്ഷിക്കൂ. അപ്പം നരനാരായണന്മാരാണ് ഭാരതഖണ്ഡത്തിൻ്റെ ഉപാസ്യ ദേവന്മാര്. അതേപോലെ നാരദാദി ഭക്തന്മാരാണ് ഇവിടെ ഉപാസകന്മാരായിട്ട് ഇരിക്കുന്നത്. അപ്പം അങ്ങനെ 9 വർഷങ്ങളിലും എങ്ങനെയൊക്കെ ഭഗവാനെ ആരാധിക്കണു എന്ന് ഒരിക്കൽ കൂടി നമുക്ക് ഓർക്കാം. ഇളാവൃതത്തിൽ ശ്രീപരമേശ്വരൻ സംഘർഷണനെ ഉപാസിക്കണു. ഭദ്രാശ്വവർഷത്തിൽ ഭദ്രശ്രവസ്സുകൾ ഹൈഗ്രീവമൂർത്തിയെ ആരാധിക്കുന്നു. ഹരിവർഷത്തിൽ പ്രഹ്ലാദാദി ഭക്തന്മാർ ഭഗവാനെ നരസിംഹമായിട്ട് ആരാധിക്കുന്നു. കേതുമാലത്തിൽ ശ്രീഭഗവതി സാക്ഷാൽ ലക്ഷ്മീദേവി പ്രദ്യുമ്ന രൂപത്തിൽ കാമദേവ രൂപത്തിൽ ഭഗവാനെ ആരാധിക്കുന്നു. രമ്യകത്തിൽ മത്സ്യമായും ഹിരണ്മയത്തിൽ കൂർമ്മമായും ഉത്തരഗുരുവിൽ വരാഹമായും ഭഗവാനെ ആരാധിക്കുന്നു. വൈവസ്വതമനു, പിതൃശ്രേഷ്ഠനായ ആര്യമാവ്, ഭൂമിദേവി എന്നിവരാണ് ഇവിടെ ഉപാസകന്മാര്. കിംപുരുഷ വർഷത്തിൽ ഹനുമാൻ തുടങ്ങിയ ഭക്തന്മാര് ഭഗവാനെ ശ്രീരാമനായും, ഭാരതവർഷത്തിൽ നാരദാദി മഹർഷി ശ്രേഷ്ഠന്മാര് ഭഗവാനെ നരനാരായണന്മാരായും ആരാധിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് നമുക്ക് ഒരിക്കൽ കൂടി ആ ശ്ലോകം ചൊല്ലാം. അതിനുശേഷം അതിൻ്റെ ഭാഷാഗാനം പാടി സമർപ്പിക്കാം. ശ്രീനാരദേന സഹ ഭാരതഖണ്ഡമുഖ്യൈസ്ത്വം സാഖ്യയോഗനുതിഭി സമുപാസ്യമാന ആകൽപ്പകാലമിഹ സാധുജനാഭിരക്ഷി നാരായണോ നരസഖ പരിപാഹി ഭൂമൻ. നാരായണ 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 ദേവാധിദേവാ. ഭാരതവർഷത്തിങ്കലോ ഭക്തജനസേവിതനായി ശ്രീനാരദ പൂജിതനായി വിളങ്ങിടുന്ന നരനുമായി വസിക്കുന്ന നാരായണ സ്വരൂപമേ സർവവ്യാപിൻ എന്നുമെന്നും രക്ഷിക്കണമേ. നാരായണ 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 ദേവാധിദേവാ. കായേന വാചാ മനസേന്ദ്രിയർവാം ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു ഗോത്രാഭിവൃദ്ധി ധനധാന്യ സമൃദ്ധിരസ്തു ഐശ്വര്യമസ്തു ബലമസ്തു രിഭുക്ഷയോസ്തു വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര നാരായണ നാമ സങ്കീർത്തനം. നാരായണ നാരായണ നാരായണ.